അപ്പനപ്പൂപ്പന്മാരുടെ കാലം തൊട്ട് നമ്മുടെ നാട്ടിൽ കൂടെ പഞ്ചറാവാത്ത ടയറും വെച്ചോണ്ട് ഓടുന്ന ഒരു സാധനമാണ് ട്രെയിനിൽ കയറിയിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാർക്ക് നല്ല അഭിപ്രായങ്ങളെക്കാളും കൂടുതൽ ദുരന്തങ്ങൾ മാത്രമായിരിക്കും ഷെയർ ചെയ്യാം. സുഗന്ധം മാത്രമുള്ള കക്കൂസ്, ആ കക്കൂസിലെ മെയിൻ ഡെപ്പോസിന് കാരണമാകുന്ന ഫുഡ്, ഇതൊന്നും പോരാണ്ട് ട്രെയിൻ ഹോസ്റ്റ്. ഇതൊന്നും അത്ര സുഖമുള്ള പരിപാടിയല്ല. പക്ഷെ ഇതൊക്കെ കാലാകാലങ്ങളായി ഫോളോ ചെയ്ത് വരുന്നൊരു സാധനം ആയതുകൊണ്ട് ഇപ്പോ ഈ കാലത്ത് ഇതിനെന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഞാനൊന്ന് ഇറങ്ങി നോക്കി. അതുകൊണ്ട് തന്നെ അടുത്ത 24 മണിക്കൂർ ഞാൻ ഒരു ട്രെയിനിന്റെ ഉള്ളിൽ ജീവിച്ചു നോക്കാൻ പോണേ. ഇതിനായിട്ട് 3 കാര്യങ്ങൾ എനിക്ക് സെറ്റ് ചെയ്യണം. ഒന്നൊരു ഫുൾ AC ട്രെയിൻ, ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ ബോഗികളും AC ആണെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രെയിൻ ഹോസ്റ്റസിന്റെ രണ്ടാമത്തെ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ ഒരു പരിധി വരെ പറ്റിയേക്കാം. പിന്നെ മൂന്നാമത്തെ കാര്യമായിട്ടുള്ള ഭക്ഷണം, നല്ല ഭക്ഷണം. ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലം വരെ ചെന്നുടനെ തന്നെ കക്കൂസി കയറി പെറ്റി കിടക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് തന്നെ നല്ല ഫുഡ് എങ്ങനെ ഒരു ട്രെയിനിന്റെ ഉള്ളിൽ ഒപ്പിക്കാം എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ഞാൻ നടക്കും. ഞാൻ അവസാനം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഫുഡ് നിനക്ക് എന്തെങ്കിലും പറയണ്ട ഞങ്ങൾ പോണേന്? ഒരു ഇത്തിരി ലേറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച നമ്മുടെ ഫുൾ AC ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ പിന്നെ ഒരു യാത്ര തുടങ്ങുമ്പോഴത്തേക്ക് ശുഭപ്രതീക്ഷയ്ക്കായിട്ട് ആരെങ്കിലും ഊക്കി തുടങ്ങണം എന്നാണ് അതിന്റെ ശാസ്ത്രം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനൊരു മുടക്ക് വരുത്തിയില്ല. ഇനി ഇവനാണ് അടുത്ത മുംബൈ കൂട്ടത്തിലുള്ളൊരു മെയിൻ എന്താ പറയാ ബൂക്ക് വണ്ടി ആയിരുന്നവൻ. പക്ഷെ ഇവൻ ഇപ്പൊ ആ പൊസിഷൻ നൈസായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. സൂര്യ ബൈ കൈതാവാടി. ഞാൻ പോട്ടെ റൈസേ. ഓക്കേടാ. ടാറ്റാ. ഓഹോ എന്താ സ്നേഹം നോക്കണേ. അയ്യോ കമോൺ ലെറ്റ്സ് എൻഡ് AC. ഞാൻ കുടുങ്ങി. AC ടിക്കറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോഴത്തേക്കും മേടിലുള്ള 2 ബെർത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ബെർത്തിലുള്ള സീറ്റ് ആദ്യം കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. കാര്യം ജന്മന ഒരു ഇൻവെർട്ടർ ആയതുകൊണ്ട് തന്നെ താഴത്തെ സീറ്റ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ അപ്പുറത്തും ഇപ്പുറത്തിരിക്കണ അറിയാത്ത ആൾക്കാർ വന്ന് നമ്മളോട് വിശേഷം ചോദിക്കണ പ്രശ്നങ്ങളൊന്നുമില്ല. എപ്പോൾ വേണേലും കയറാം, ഇറങ്ങാം, കിടന്നുറങ്ങാം, എന്ത് വേണേലും ചെയ്യാം. പക്ഷേ സേഫ് ആയിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് റിസർവ്ഡ് കാറ്റഗറി മാത്രമുള്ള ഒരു ട്രെയിൻ കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് ട്രെയിൻ ഹോസ്റ്റസ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷെ അത്രയും ഗുണങ്ങൾ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ദോഷമില്ലാണ്ട് പറ്റില്ലല്ലോ. ഒരു പണി കിട്ടി. പോയിട്ട് അപ്പിയൊന്നുമില്ല, വലിയ പ്രയോജനമുണ്ടായില്ല. ഇപ്പം എന്തായാലും കോഴിക്കോട് എത്തിയിട്ടുണ്ട്. നമ്മളെടുത്ത ട്രെയിനിൻ്റെ ടിക്കറ്റ് എന്താ പറയുക AC കോച്ചായിരുന്നു. എൻ്റെ വീട്ടിലെന്തായാലും AC മാങ്ങാത്തിലൊന്നുമില്ല. അതുകൊണ്ട് ഉടുക്കത്ത് തണുപ്പ് എന്ന് പറഞ്ഞാൽ ഉടുക്കത്ത് തണുപ്പ്. ഞാനാണെന്നുണ്ടെങ്കിൽ മറ്റേ ടോപ്പ് ബെർത്തി കിടക്കണ കൊണ്ടിട്ട് ഭയങ്കര തണുപ്പ്. എന്നിട്ട് ഞാൻ കുറേ നേരം മറ്റേ നമ്മുടെ ഈ സാധനമില്ലേ എന്താണ് വാതെല്ലാം അവിടെയൊക്കെ വന്ന് ഇരുന്ന് നോക്കി. കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് ഡോറിൻ്റെ അവിടെ വന്ന് ഇരുന്ന് ട്രാവൽ ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പം. ഞാൻ ആക്ച്വലി ഈ ബോർഡ് ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടാനായിട്ട് ട്രെയിൻ അങ്ങ് ദൂരെ അവിടെ നിർത്തിയിട്ടേക്കണേ. അവിടുന്ന് ഓടി വിടാൻ വരെ വന്നപ്പോഴത്തേക്കും നമ്മുടെ TTR ഒക്കെ ഇങ്ങനെ നോക്കി ചിരിക്കാനുണ്ടായിരുന്നു. കയ്യിൽ ഈ ക്യാമറ പിടിച്ചോണ്ട് ഓടാൻ വേണ്ടിട്ട്. ഇവിടെ എന്തായാലും കുറച്ചു നേരം ഹോൾഡുണ്ടെന്ന് തോന്നണേ. നോക്കട്ടെ. കാറ്റടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വിശപ്പിന്റെ വിളി വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നല്ല ഭക്ഷണം ഒരു ആവശ്യമാവാൻ തുടങ്ങി. ഇനി ഇതിനകത്ത് ബാക്കിയുള്ള 18 മണിക്കൂർ കക്കൂസി ചെലവാക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടിട്ട് നമ്മുടെ മൂന്നാമത്തെ പ്രശ്നമായ ഭക്ഷണം മാത്രം സോൾവ് ചെയ്യാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള പ്രശ്നമാണ്. കാര്യം എന്റെ ഭക്ഷണത്തിന്റെ എക്സ്പീരിയൻസ് വെൻ ഫ്രം ദിസ് ടു ദിസ് ടു ദിസ്. കാര്യം ഞാൻ 3 രീതിയിലാണ് ഭക്ഷണം മേടിച്ചത്. ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഒരു റെസ്റ്റോറന്റിന്റെ ബ്രാൻഡിങ് ഉള്ള ബോക്സ് എന്നുള്ള ഭക്ഷണം. രണ്ട് തരക്കേടില്ലാത്തൊരു പോർഷനൊക്കെ ഉണ്ട്. അച്ചാറ് സാലഡൊക്കെ ഉണ്ട്. എന്താ അറിയാം. ദൈവത്തിന് വിളിക്കാം, കടിക്കുക. ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ്, ചോറ് കുറവാണ്. കാരണം നമ്മുടെ ഹാഫ് ബിരിയാണിയുടെ അത്ര ഉള്ള സാധനം. രണ്ടാമത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളൊരു ചായക്കട എന്നുള്ളൊരു ഭക്ഷണം കണ്ടാൽ തന്നെ അറിയാം. നല്ല ഊള ചായ. കട്ടൻ ചായക്ക് ചെറിയൊരു പാലിന്റെ ചോറ് ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും അതേപോലത്തെ ഒരു ചായ. ഇതിൽ നല്ല ചായ എൻ്റെ ചേച്ചി ഉണ്ടാക്കും. ചേച്ചിയുടെ ചായ ഊള ചായയാണ്, എന്നാലും ഇതിൽ നല്ല. മൂന്നാമത്തെ ഞാൻ മേടിച്ച സൊമാറ്റോക്ക് ഓർഡർ ചെയ്യുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് പോയിട്ട് നമ്മുടെ PNR നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള സ്റ്റേഷനൊക്കെ കാണിക്കാൻ. അതിനടുത്തുള്ള നല്ല റേറ്റിംഗ് ഉള്ള ഹോട്ടലിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യാനും പറ്റും. അത് നമ്മുടെ സീറ്റിൽ കൊണ്ടുവന്ന് തരികയും ചെയ്യും. ഉള്ളത് പറയണമല്ലോ, ഒരാൾക്ക് വയറ് നിറച്ച് തിന്നാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ മാത്രമാണ് ഇങ്ങനെ തിന്നണേന്ന് അറിയാനായിട്ട്. ഇവിടെ കണ്ട അവിടെ ഇവിടെയൊക്കെ ചിക്കൻ പീസ് മാറ്റി വെച്ചേക്കണത്. ഇത് ഞാൻ ലാസ്റ്റ് തിന്നാനായിട്ട് മാറ്റി വെച്ചേക്കണത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ടെങ്കിൽ ലാസ്റ്റ് തിന്നാനായിട്ട് മാറ്റി ഇങ്ങനെ വെച്ചേക്കണത്. ഫുഡൊക്കെ അടിച്ച് ചാർജ് ആയി കുറച്ച് നല്ല കണ്ടന്റ് ഒക്കെ എടുക്കണം. ഉറങ്ങണതിനെ പറ്റി ചിന്തിക്കുക പോലും. ഹലോ ഗൈസ്, അങ്ങനെ അവസാനം കിടക്കാൻ സമയം. ഞാൻ ഈ ഒരു രൂപത്തിലിരിക്കാനുള്ള കാരണം ഞങ്ങളുടെ തൊട്ട്, അതായത് ഈ ഫോണിലിരിക്കണതിൻ്റെ ആ ഒരു ഏരിയ തന്നെയായിട്ടാണ് AC വെൻ്റുള്ളത്. രാത്രിയുടെ തണുപ്പും AC തണുപ്പും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും പെർഫെക്റ്റ്. ഓക്കെ, നാളെ രാവിലെ ആകുമ്പോൾ തണുത്ത് ചത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം
രാവിലെ എണീറ്റ് ഞങ്ങൾ നേരെ മുംബൈ ചെന്ന് ഇത്രയും ദിവസം ഞാൻ ഇളക്കാതെ വെച്ചിരുന്ന വയറ് അവിടെ പുറത്തിറങ്ങിയ ഒരു സാൻഡ്വിച്ച് നിന്നപ്പോഴത്തേക്കും ഡൺ അശിനി. പക്ഷെ മുംബൈ ചെന്നുള്ള 2ാമത്തെ ദിവസം ഞങ്ങൾ എവിടെയൊക്കെ പോയി എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.